സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കൽക്കത്ത ആഭ്യന്തര കലഹത്തിൻ്റെയും അഭയാർത്ഥി പ്രവാഹത്തിൻ്റെയും കേന്ദ്രമായി മാറി. നഗരത്തിൽ സാംക്രമിക രോഗങ്ങളും പട്ടിണിയും നടമാടി. കുടിക്കാൻ വെള്ളം പോലുമില്ല. മറുവശത്ത് വർഷങ്ങളായി കുഷ്ഠരോഗികൾ അഴുകിദ്രവിച്ച ശരീരവുമായി മരണത്തോട് മല്ലിടുന്നു. സിസ്റ്റർ തെരേസയുടെ മനസ്സ് തേങ്ങി. ഒരു സ്വരം തന്നോട് മന്ത്രിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. പാതവക്കിൽ തളർന്നു വീഴുന്ന യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നീ സുരക്ഷിതത്വത്തിൻ്റെ വേലികൾ തകർത്ത് ഇല്ലായ്മയുടെ നിറവിലേക്ക് സ്നേഹം ലഭിക്കാത്ത ദൈവമക്കളെ തേടി ഇറങ്ങി വരില്ലേ? പാവങ്ങളുടെ അമ്മയാകാനുള്ള ഉൾവിളി ശക്തമായി. 1949 ഓഗസ്റ്റ് 19. ലൊറേറ്റോ സന്യാസിനികളുടെ വസ്ത്രം ഉപേക്ഷിച്ച് നീലക്കരയുള്ള വെള്ളസാരി സിസ്റ്റർ തെരേസ സ്വീകരിച്ചു. ഈ സാരി കൽക്കത്തയിൽ വീടുകളിൽ കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കുന്ന തോട്ടികളുടെ യൂണിഫോമാണ്. മദർ അത് തൻ്റെ സന്യാസ വസ്ത്രമാക്കി. ആത്മപിതാവ് ആ വസ്ത്രം വെഞ്ചരിച്ച് നൽകി. കയ്യിൽ വെറും 5 രൂപയും തോളിൽ ഒരു തുണിസഞ്ചിയും മാത്രമിട്ട് തെരേസ തെരുവിലേക്കിറങ്ങി. ദുരിതങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക്. പാവങ്ങളെ സഹായിക്കാൻ ആഗ്രഹം മാത്രം പോരാ, അറിവും പരിചയവും വേണമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതിന് പരിശീലനം ആവശ്യമാണ്. അന്നു തന്നെ സിസ്റ്റർ തെരേസ പാറ്റ്നയിലേക്ക് തിരിച്ചു. അവിടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു നഴ്സിംഗ് സ്കൂളിൽ ചേർന്നു. 3 മാസം കൊണ്ട് രോഗം നിർണയിക്കാനും കുത്തിവെക്കുവാനും മരുന്ന് കുറിക്കുവാനുമുള്ള കഴിവ് സ്വായത്തമാക്കി. തിരിച്ച് കൽക്കത്തയിലെത്തി. തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് ധൈര്യപൂർവ്വം നടന്നു നീങ്ങി. അറിവില്ലായ്മയാണ് പല ദുരിതങ്ങളുടെയും കാരണം. അതിനാൽ കുട്ടികളെ പഠിപ്പിക്കാൻ സിസ്റ്റർ തെരേസ തീരുമാനിച്ചു. ചുറ്റും കണ്ട 3-4 കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചു. കുട്ടികളുടെ എണ്ണം കൂടി വന്നു. തെരേസയുടെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ ചേരി നിവാസികളിൽ ചിലർ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. അവർ തങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയക്കുകയും ചെയ്തു. വഴിവക്കിൽ കിടന്ന് എലികടിച്ചും ഉറുമ്പരിച്ചും മരിക്കുന്ന അനേകരെ അമ്മ ശ്രദ്ധിച്ചു. സ്നേഹം കിട്ടാതെ മരിക്കുന്നവർ. ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് വീണ്ടും പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പാവങ്ങൾക്കായൊരു വീടെങ്കിലും അനുവദിച്ചു തരണമെന്ന് കേണപേക്ഷിച്ചു. കൽക്കത്ത കോർപ്പറേഷന്റെ ഹെൽത്ത് ഓഫീസറായ ഡോക്ടർ അഹമ്മദിന്റെ മുമ്പിലും തെരേസ പരാതി നൽകി. 2 പേരും തെരേസയെ സഹായിക്കുവാനായി വന്നു. കൽക്കത്തയിലെ പ്രസിദ്ധമായ കാളിഘട്ട് ക്ഷേത്രത്തിനരികെ ഒരു വലിയ സത്രം അവർ മദറിന് നൽകി. അമ്മയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ സത്രം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ ഹൃദയത്തിൻ്റെ പേരും അതിന് നൽകി, നിർമ്മൽ ഹൃദയ്. അനേകം ആലംബഹീനരെ കൊണ്ടും മരണാസന്നരെ കൊണ്ടും നിർമ്മൽ ഹൃദയ് നിറയാൻ തുടങ്ങി. ഒരിക്കൽ പകുതി പുഴുക്കൽ തിന്ന അവസ്ഥയിൽ ഓടിയിൽ കിടന്നിരുന്ന ഒരാളെ മദർ പൊക്കിയെടുത്ത് കാളിഘട്ടിലെ ഹോം ഫോർ ദി ഡൈയിങ്ങിൽ കൊണ്ടുവന്നു. അയാൾക്ക് ആകെ ഇത്രയും പറയാനേ കഴിഞ്ഞുള്ളൂ: തെരുവിൽ ഒരു മൃഗത്തെ പോലെ കഴിയുകയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോൾ ഞാൻ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മാലാഖയെ പോലെ മരിക്കാൻ പോകുന്നു. സഹോദരിമാർ അയാളുടെ വ്രണങ്ങളിലെ പുഴുക്കളെ എടുത്തു കളഞ്ഞു. വലിയൊരു പുഞ്ചിരിയോടെ ആ മനുഷ്യൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ അന്ത്യശ്വാസം വലിച്ചു. അത്തരമൊരവസ്ഥയിലും ആരെയും പഴിക്കാതെ ഒന്നിനോടും ഉപമിക്കാതെ അങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്ന മഹത്വം അയാളിൽ കണ്ടത് വിസ്മയകരമായിരുന്നു. കാളിഘട്ടിലെ സത്രം ഒരു കന്യാസ്ത്രീ കൈവശം വച്ചതെറിഞ്ഞ് കുറെ ഹൈന്ദവ സഹോദരങ്ങൾ സംഘടിച്ചു. അവർ നിർമ്മൽ ഹൃദയന് എതിരെ തിരിഞ്ഞു. ഈ കന്യാസ്ത്രീകൾ ഹൈന്ദവരെ ക്രിസ്ത്യാനികളാക്കുന്നുവെന്നും ക്രിസ്തീയ ആചാരപ്രകാരമാണ് മരിച്ച ഹൈന്ദവ സഹോദരങ്ങളെ സംസ്കരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. അക്രമാസക്തരായ അവർ നിർമ്മൽ ഹൃദയനെ കല്ലെറിയാനും തല്ലിപ്പൊളിക്കുവാനും തീരുമാനിച്ചു. ക്രുദ്ധരായി നിൽക്കുന്ന സഹോദരന്മാരുടെ ഇടയിലേക്ക് മദർ ഇറങ്ങിച്ചെന്ന് ശാന്തമായി അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ കൊന്നുകളയുക. ദയവായി ഇവിടുത്തെ പാവം മനുഷ്യരെ ഉപദ്രവിക്കരുത്. സ്വസ്ഥമായി മരിക്കാനെങ്കിലും അവരെ അനുവദിക്കൂ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതാൽ അക്രമികൾ ശാന്തരായി തിരിച്ചുപോയി. കുറച്ച് നാളുകൾക്ക് ശേഷം മദറിനെയും അവിടെയുള്ളവരെയും അറസ്റ്റ് ചെയ്ത് എല്ലാം അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യവുമായി അവിടുത്തെ പോലീസ് കമ്മീഷണറോടും കോർപ്പറേഷൻ അധികാരികളോടുമൊപ്പം ഒരു പറ്റം യുവാക്കന്മാർ വീണ്ടും നിർമ്മൽ ഹൃദയയിൽ എത്തി. പോലീസ് അധികാരികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു.
തെരേസയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നത് കാണാൻ യുവാക്കൾ പുറത്ത് കാത്തുനിന്നു. അകത്ത് പ്രവേശിച്ച അധികാരികൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സഹോദരിമാർ പുഴുക്കളരിച്ച് മരണത്തോട് മല്ലടിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന മുറിവുകൾ കഴുകി മരുന്ന് വെച്ച് കെട്ടുന്നു. അവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അലക്കുകയും ചെയ്യുന്നു. മരിക്കാൻ പോകുന്ന ഹിന്ദു സഹോദരന്മാരുടെ നാവിൻ തുമ്പിൽ ഗംഗാജലം ഇറ്റുവീഴ്ത്തി കൊടുക്കുന്നു. വേദനിക്കുന്നവരെ വാത്സല്യത്തോടെ തലോടുന്നു. ഒരു മനുഷ്യൻ മരിക്കാൻ തുടങ്ങുകയാണ്. മദർ അദ്ദേഹത്തെ ധൃതിയിൽ ശുശ്രൂഷിക്കുന്നു. മലമൂത്ര വിസർജ്യങ്ങളാൽ മലിനമായ അദ്ദേഹത്തിൻ്റെ വസ്ത്രം മാറ്റി പുതിയവ ധരിപ്പിക്കുന്നു. വേദന കൊണ്ട് നീറിപ്പുകയുന്ന അദ്ദേഹത്തോട് അയാളുടെ മതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ മദർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് മദറും ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന അയാൾക്ക് ആശ്വാസം കൊടുക്കുന്നതായി അനുഭവപ്പെട്ടു. മറ്റു കന്യാസ്ത്രീകൾ ഓടി നടന്ന രോഗികളെ പരിചരിക്കുകയാണ്. വന്ന പോലീസ് അധികാരികളെ അവർ ശ്രദ്ധിക്കുന്നതേയില്ല. കുറേ നേരം അവർ ഈ കന്യാസ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ കണ്ടുനിന്നു. അതിനുശേഷം തരളിതമായ മനസ്സോടെ ഉദ്യോഗസ്ഥന്മാർ കൂപ്പുകരങ്ങളുമായി പുറത്തേക്ക് വന്നു. ക്രുദ്ധരായി നിൽക്കുന്ന യുവജനങ്ങളോട് അവർ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ മദർ തെരേസയെയും കന്യാസ്ത്രീകളെയും ഇവിടെ നിന്ന് ഇറക്കിവിടാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തരണം. നിർമ്മൽ ഹൃദയനുള്ളിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾ സന്തോഷത്തോടെ ചെയ്യുന്ന ഏറ്റവും വെറുക്കപ്പെട്ട ജോലികൾ നിങ്ങളുടെ അമ്മയും സഹോദരിമാരും ചെയ്തു തീർക്കുമെന്ന്. നിങ്ങൾക്കതിനാകുമോ? അവർ ജീവിക്കുന്ന നമ്മുടെ ദേവിയാണ്, കരിങ്കൽ മൂർത്തിയല്ല. ഒരു കൊടുങ്കാറ്റ് നിലച്ച പ്രതീതി. അക്രമികൾ തല താഴ്ത്തി ശാന്തരായി തിരികെ പോയി. അടുത്ത ദിവസം മദർ തെരുവിലേക്കിറങ്ങി. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച മറ്റൊരു പൂജാരിക്ക് കഠിനമായ ക്ഷയരോഗം പിടിപെട്ടു. ചുമച്ചും ചോര ഛർദ്ദിച്ചും അവശനായ അയാൾ പല ആശുപത്രികളും കയറിയിറങ്ങി. രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ചികിത്സിക്കേണ്ടതുള്ളൂ എന്ന നിർദ്ദേശമുണ്ടായിരുന്നത് കൊണ്ട് ആശുപത്രി അധികൃതർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഒടുവിൽ നിരാശനായ അദ്ദേഹം നിർമ്മൽ ഹൃദയയുടെ വാതിൽക്കൽ മുട്ടി. മദർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് പരിചരിച്ചു. ദൈവാനുഗ്രഹത്താൽ ഏതാനും നാളുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു. മനസ്സിനേറ്റ ക്ഷതങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും മുറിവുകൾ ഉണങ്ങി അയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി. കൽക്കത്ത തുറമുഖത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ മേൽ ഒരു വലിയ ചങ്ങല പൊട്ടി ഒരു കെട്ട് വന്നു വീണു. ആളുകൾ ചേർന്ന് ആംബുലൻസിൽ അയാളെ ആശുപത്രിയിലെത്തിച്ചു. ആംബുലൻസിൽ നിന്നും സ്ട്രെച്ചറിൽ കിടത്തി രോഗിയെ പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്രയും പെട്ടെന്ന് സ്ട്രെച്ചർ തിരിച്ചു കിട്ടുവാൻ വാനിൽ വന്നവർ ധൃതി കൂട്ടി. ഇത് സംബന്ധിച്ചുണ്ടായ തർക്കം രോഗിയുടെ സമനില തെറ്റിച്ചു. അയാൾ ചാടി എഴുന്നേറ്റ് ബംഗാളി ഭാഷയിൽ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കാനെത്തിയ മദർ തെരേസയുടെ സമൂഹത്തിലെ ഏതാനും കന്യാസ്ത്രീകൾ അയാളെ സമീപിച്ച് ആശ്വസിപ്പിച്ചു. അയാൾ ശാന്തമായി കട്ടിലിൽ കയറി കിടക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ രോഗിയെ ആശുപത്രിയിലെത്തി കന്യാസ്ത്രീകൾ സന്ദർശിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അശ്രദ്ധ കൊണ്ടും രോഗാണുക്കളുടെ ആക്രമണം കൊണ്ടും അയാളുടെ ശരീരഭാഗങ്ങൾ അഴുകിത്തുടങ്ങിയിരുന്നു. നാറ്റം സഹിക്കാൻ വയ്യാതായപ്പോൾ ജോലിക്കാർ സമീപത്ത് ചെല്ലാതായി. അഥവാ ചെന്നാൽ തന്നെ അവർ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് ചെന്നിരുന്നത്. എന്നാൽ ഈ കന്യാസ്ത്രീകൾ മൂക്ക് പൊത്താതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അയാളെ ശുശ്രൂഷിച്ചു. അതിലയാൾക്ക് അത്ഭുതമായി. സിസ്റ്ററിന് ദുർഗന്ധം അനുഭവപ്പെടുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, ഉണ്ട്, ഞങ്ങൾക്ക് ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങയുടെ കഷ്ടപ്പാടിനെ പറ്റിയാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സഹിക്കുന്ന ഈ ദുർഗന്ധം എത്ര നിസ്സാരം. സ്നേഹമസൃണമായി ത്യാഗത്തിൻ്റെ മുൻപിൽ അയാൾ ആനന്ദ നിർവൃതിയടഞ്ഞു. തുടർന്ന് സഹോദരിമാരുടെ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റണമെന്നയാൾ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ആശുപത്രിയില്ലെന്നും മരണാസന്നരുടെ ഭവനമേ ഉള്ളൂവെന്നും ആ കന്യാസ്ത്രീകൾ പറഞ്ഞു. ഡോക്ടർമാർ അയാൾ ആശുപത്രിയിൽ നിന്ന് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്തു. അവസാനം അയാളെ മരണാസന്നരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് അയാൾ സന്തോഷവാനായി കാണപ്പെട്ടു. ഉള്ളിൽ പ്രത്യാശ നിറഞ്ഞ അദ്ദേഹം മദർ തെരേസയുടെ സഹോദരിമാരുടെ ശുശ്രൂഷ വഴി ആത്മീയ സ്നേഹം നുകർന്ന് ഏതാനും ദിവസങ്ങൾക്കകം നിത്യതയിലേക്ക് യാത്രയായി. ഒരിക്കൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു രാത്രിയിൽ നിർമ്മൽ ഹൃദയ ഭവനത്തിൽ വന്നു. തന്നോടൊപ്പം 8 കുട്ടികളുള്ള ഒരു കുടുംബവുമുണ്ട്. എല്ലാവരും പട്ടിണിയാണ്. എന്തെങ്കിലും സഹായം ചെയ്യാനാവുമോ എന്ന് ചോദിച്ചു. തെരേസ കുറേ ചോറും കറിയുമായി ചെന്നു. കുട്ടികളുടെ അമ്മയെ അത് ഏൽപ്പിച്ചു. അവർ ആ ചോറ് 2ആയി പകുത്തു.
ഒരു വീതവും കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നത് കണ്ടു. കുട്ടികളുടെ മുഖത്ത് വിശപ്പ് കത്തി നിൽക്കുന്നു. അവൾ മടങ്ങി വന്നപ്പോൾ മദർ ചോദിച്ചു, എവിടെ പോയി? അവളുടെ മറുപടി ലളിതമായിരുന്നു, അവർക്കും വിശക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുടുംബമാണ് അവൾ ഉദ്ദേശിച്ചത്. അവർക്കും വിശക്കുന്നുവെന്ന് അവൾ അറിഞ്ഞു. മദർ പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഭക്ഷണം കൊടുക്കുന്നതിൽ എനിക്ക് അതിശയമൊന്നും തോന്നിയില്ല. എന്നാൽ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞതിൽ അത്ഭുതം തോന്നി.